നിങ്ങൾ എന്താ സംഭവം അറിയോ? ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഓൺലൈൻ കരുവാരമുണ്ട് യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഫ്ലവറിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് വരുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവര് 3ാം ക്ലാസ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു 3ാം ക്ലാസ് പഠിക്കണ 2 ക്ലാസ്സുകൾ എയും ബിയും അതിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചെറിയ ചെറിയ പൈസ 5 രൂപയുടെയും 10 രൂപയുടെ ഒക്കെ സ്വരൂപിച്ച് ഉണ്ടാക്കിയ പൈസ സ്വരൂപിച്ചിട്ട് അതിൽ നിന്ന് വാട്ടർ ബെഡും അതുപോലെ തന്നെ വാക്കറും ഒക്കെ പാടെ കൂടി 2 സാധനങ്ങൾ വാങ്ങിയിട്ട് ഇന്ന് പാലിയേറ്റീവിന് കൈമാറാണ്. അപ്പോൾ ഇതൊരു മാതൃകയായ ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം നമ്മുടെ കരുവാരക്കുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇതുപോലെയല്ല ഓരോരോ ഫണ്ടുകൾ സ്വരൂപിക്കുന്നു. ഇതുപോലെ പാലിയേറ്റീവിനായാലും മറ്റുള്ള ഇപ്പോൾ നമ്മുടെ ഇവർ തന്നെ ഒരുപാട് ചോക്കാടും അതുപോലെ തന്നെ കാളികാവ് ഹിമ പോലെയുള്ള ഒരുപാട് ഇവിടേക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തപരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയ കുട്ടികൾ സ്വരൂപിച്ചുണ്ടാക്കിങ്ങാണ്ട് കൊടുന്നിട്ട് അത് പൈസ സ്വരൂപിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ പാലിയേറ്റീവിന് കൊടുത്തറിയുമ്പോൾ അപ്പോൾ അതിൻ്റെ ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ സിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ പാലിയേറ്റീവിൻ്റെ പ്രതിനിധികളുണ്ട്, അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് നമുക്കത് ഓൾഡ് ഏജ് ഹോമിന് 4 ഓൾഡ് ഏജ് ഹോമിന് സോപ്പ് അതുപോലെ ടോയ്ലറ്ററി സംബന്ധമായ കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. അതൊരു 4 വലിയ സംരംഭത്തിന് കൊടുക്കണമെങ്കിൽ അത്രയ്ക്കും വലിയ കളക്ഷനാണ്. പിന്നെ ഓരോ ക്ലാസ് ഈ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് എല്ലാ വർഷവും 8,000-9,000 രൂപ കളക്ട് ചെയ്ത് ഒരു നേരത്തെ ഫുഡ് കൊടുക്കും. അങ്ങനെ ഓരോ ടീച്ചർമാരും ചെയ്യുന്നുണ്ട്. ഇത് കുഞ്ഞു മക്കൾ മാത്രം കളക്ട് ചെയ്താണ് ഈ ക്ലാസ് മാത്രം, സ്കൂൾ മൊത്തമല്ല. 3A-B അവരുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ എനിക്ക് പേരൻസിനോടാണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. അവരുടെ ഈ കൊച്ചു കുട്ടികളുടെ ആഗ്രഹത്തിന് സന്തോഷത്തോടെ അവർ 5 രൂപ 10 രൂപ ചോദിക്കുമ്പോൾ എടുത്തു കൊടുത്ത ആ പേരൻസിൻ്റെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുവാണ്. അപ്പോൾ ഇനിയും കുട്ടികൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു 2,500 രൂപ വിലയുള്ളൂവെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാവും? ഒരു ഉടുപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ അത്രയൊക്കെ ആവില്ലേ? അത്രയൊക്കെ ആവും. അപ്പം നിങ്ങളിനി സ്വന്തമായിട്ട് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഭാവി കുറേ വർഷങ്ങൾ കൊണ്ട് പൈസ കളക്ട് ചെയ്ത് നോക്കണം. ഇപ്പം എല്ലാവരും കൂടെ അല്ലേ, 60 പേരും കൂടെ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ഇത് കിട്ടുന്ന ആളുകൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ദൈവം നമ്മൾക്ക് അനുഗ്രഹങ്ങൾ തരും. കരുവാരക്കുണ്ട് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരാണ് നിങ്ങളും ഞങ്ങളും. ഇപ്പം നിങ്ങൾ വലിയൊരു സഹായത്തിലൂടെ കരുവാരക്കുണ്ട് പാലിയേറ്റീവിലെ ഇപ്പം നമ്മളൊക്കെ ഓടിച്ചാടി സ്കൂളിലേക്ക് വരുന്നു. നിങ്ങളെപ്പോലെ പല കൂട്ടുകാരും വീട്ടിൽ സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടും കിടപ്പിലായ ഒരുപാട് രോഗികൾ കരുവാരക്കുണ്ട് പഞ്ചായത്തിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും അയൽപ്പക്കത്ത് കിടപ്പിലായ ആളുകളുണ്ടോ? ഉണ്ട്. നിങ്ങളവിടെ ചെന്ന് നോക്കാറുണ്ടോ? അവരോടൊക്കെ ഇടക്ക് പോയിട്ട് നമ്മൾ സുഖമാണോ ഒക്കെ അന്വേഷിച്ച് ഇടക്ക് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കി നിങ്ങൾ പോരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെ വലിയൊരു സഹായമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. കരുവാരക്കുണ്ട് പാലിയേറ്റീവിന് കീഴിൽ ഒരുപാട് 400ഓളം വീടുകളിൽ ഒരു റൂമിൽ ഇരുട്ടിൽ കിടക്കുന്ന രോഗികളുണ്ട്. അവർക്ക് പാലിയേറ്റീവ് എന്ന നമ്മുടെ ക്ലിനിക്കിലൂടെ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ അവരുടെ വീടുകളിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ട ചികിത്സയും സഹായവും ഒക്കെ മുറിവൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ വെച്ച് കെട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതുപോലെ തന്നെ ഡോക്ടർമാരെ കൂടെ കൂട്ടി ചെല്ലേണ്ട അവസ്ഥയിലാണെങ്കിൽ അവരൊക്കെ കൂടെ കൂട്ടി പോയി നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ് പാലിയേറ്റീവ്. എല്ലാ വർഷവും നിങ്ങളുടെ ചെറിയൊരു മിഠായിയുടെ ഒരു തുക പാലിയേറ്റീവിന് നൽകുമ്പോൾ വലിയൊരു സഹായമാണ് അവർക്ക് എത്തുന്നത്. പാലിയേറ്റീവ് ഡേ ജനുവരി 15 നിങ്ങളെല്ലാവരും അതിലേക്ക് നിങ്ങളുടെ നാണയത്തൊട്ട് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എത്തിക്കാറില്ലേ? അതുപോലെ തന്നെ ഈ 2 സാധനം, ഈ എയർബെഡും വാക്കറും എപ്പോഴും എല്ലാ രോഗികൾക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പലത്തുള്ളി പെരുവെള്ളം അല്ലേ, നിങ്ങൾ ഓരോ 5, 10 എത്ര ഉള്ളത് വെച്ചാൽ അത്ര നിങ്ങൾ ഇതിലേക്ക് സംഭാവന ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിയാൽ നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ രോഗികൾക്കൊക്കെ ഇത് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. ഈ എയർബെഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കുറച്ചു നേരം തന്നെ നമ്മളൊരു ബെഡിൽ ഇങ്ങനെ ഒരേ ഭാഗത്തേക്ക് കിടന്നാൽ നമുക്ക് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കേണ്ടി വരില്ലേ? അപ്പോൾ ഈ രോഗികൾക്കൊന്നും അങ്ങനെ തിരിയാനോ മറിയാനോ ഒന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരേ പൊസിഷനിൽ കിടക്കുകയാണെങ്കിൽ ആ ഭാഗമൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ തന്നെ ഈ എയർ ബാഗ്